വിദേശയാത്രകൾ ആഗ്രഹിക്കുന്ന ഏതൊരു അമേരിക്കൻ പൗരന്റെയും ഏറ്റവും വലിയ കരുത്താണ് അവരുടെ പാസ്പോർട്ട്. എന്നാൽ ഇനി മുതൽ ആ പാസ്പോർട്ട് നിങ്ങളുടെ കൈവശം സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഒരു പ്രധാന കാര്യം കൂടി നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്വന്തം മക്കളുടെ സംരക്ഷണത്തിനായി ചൈൽഡ് സപ്പോർട്ട് കൃത്യമായി നൽകുക എന്നത് തന്നെയാണത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം മക്കൾക്ക് നൽകാനുള്ള തുകയിൽ കുടിശ്ശിക വരുത്തിയ ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഇത് വെറുമൊരു താക്കീതല്ല, മറിച്ച് $1,00,000 കുടിശ്ശികയുള്ളവരെ ലക്ഷ്യമിട്ടുള്ള കടുത്ത നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ പുതിയ നിയമം? ആരൊക്കെയാണ് ഇത് ബാധിക്കുക? ഈ വിഷയം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റഡ് പ്രസിന് നൽകിയ വിവരങ്ങൾ പ്രകാരം 2026 മെയ് 8 മുതൽ ഈ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കുട്ടിക്ക് നൽകേണ്ട തുകയിൽ വലിയ വീഴ്ച വരുത്തിയ മാതാപിതാക്കളുടെ പാസ്പോർട്ടുകൾ മുൻകൂട്ടി റദ്ദാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ $1,00,000, അതായത് ഏകദേശം 83 ലക്ഷം ഇന്ത്യൻ രൂപ കൂടുതൽ കുടിശ്ശികയുള്ള വ്യക്തികളെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് നൽകുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 2700ഓളം അമേരിക്കൻ പാസ്പോർട്ട് ഉടമകൾ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. അതായത് ഈ 2700 പേരുടെയും പാസ്പോർട്ടുകൾ ഉടനടി റദ്ദാക്കപ്പെടും. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. വരും മാസങ്ങളിൽ ഈ പരിധി കുറിച്ച് $2,500 കുടിശ്ശികയുള്ള എല്ലാവരിലേക്കും ഈ നിയമം വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വിദേശയാത്രാ അനുമതി നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉയർന്നേക്കാം: ചൈൽഡ് സപ്പോർട്ട് നൽകാത്തവരുടെ പാസ്പോർട്ട് തടഞ്ഞു വെക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന്. വാസ്തവത്തിൽ 1996 പാസാക്കിയ ഒരു ഫെഡറൽ നിയമം അനുസരിച്ച് $2,500 കൂടുതൽ കുടിശ്ശികയുള്ളവർക്ക് പാസ്പോർട്ട് നിഷേധിക്കാൻ അധികൃതർക്ക് സാധിക്കും. പക്ഷേ ഇത്രയും കാലം ഈ നിയമം നടപ്പിലാക്കിയിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. ഒരാൾ തന്റെ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് കുടിശ്ശിക പരിശോധിച്ചിരുന്നത്. കുടിശ്ശികയുണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കും. എന്നാൽ പുതിയ മാറ്റം ഇതല്ല. നിങ്ങളുടെ പാസ്പോർട്ട് നിലവിൽ സാധ്യതയുള്ളതാണെങ്കിലും കുടിശ്ശിക $1,00,000 കൂടുതലാണെങ്കിൽ സർക്കാർ അത് തേടിപ്പിടിച്ച് റദ്ദാക്കും. അതായത് നിങ്ങൾ യാത്ര ചെയ്യാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പാസ്പോർട്ട് അസാധുവാണെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത് എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, കുട്ടികളുടെ ക്ഷേമം. വിവാഹമോചനം നേടിയവരോ വേർപിരിഞ്ഞ് താമസിക്കുന്നവരോ ആയ മാതാപിതാക്കളിൽ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള രക്ഷിതാവിന് മറ്റേയാൾ നൽകേണ്ട സാമ്പത്തിക സഹായമാണ് ചൈൽഡ് സപ്പോർട്ട്. ഇത് കൃത്യമായി ലഭിക്കാത്തത് ലക്ഷക്കണക്കിന് കുട്ടികളെ ദാരിദ്ര്യത്തിലേക്കും മറ്റ് പ്രതിസന്ധികളിലേക്കും തള്ളിവിടുന്നുണ്ട്. ചൈൽഡ് സപ്പോർട്ട് കൃത്യമായി ലഭിക്കുന്നത് വഴി ദാരിദ്ര്യം കുറയുമെന്നും പൊതുസഹായ പദ്ധതികളെ ആശ്രയിക്കുന്നത് കുറയുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രണ്ടാമതായി, വൻകിട കുടിശ്ശികക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത്. പണമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ വിദേശങ്ങളിലേക്ക് കടക്കുന്നവരും വിദേശത്ത് സുഖജീവിതം നയിക്കുന്നവരുമായ ഡെഡ് ബീറ്റ് പേരൻസിനെ നിലയ്ക്ക് നിർത്താനാണ് ഈ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 1998 മുതൽ ഈ നിയമം ഭാഗികമായി നടപ്പിലാക്കിയത് വഴി ഏകദേശം $657 മില്യൺ കുടിശ്ശിക പിരിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ. ഇതിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രം $156 മില്യൺ ലഭിച്ചു. പാസ്പോർട്ട് റദ്ദാക്കുമെന്ന ഭീഷണി പണം നൽകാൻ പലരെയും നിർബന്ധിതരാക്കുന്നു എന്നതാണ് വസ്തുത. എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്ന് ഞാനിനി പറയാം. ഓരോ സംസ്ഥാനത്തെയും ചൈൽഡ് സപ്പോർട്ട് ഏജൻസികൾ കുടിശ്ശികക്കാരുടെ പട്ടിക തയ്യാറാക്കുന്നു. ഈ പട്ടിക ഫെഡറൽ ഏജൻസിയായ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസിന് കൈമാറുന്നു. HHS ഇത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് നൽകുന്നു. ലിസ്റ്റിലുള്ള വ്യക്തികളുടെ പാസ്പോർട്ട് ഉടൻ തന്നെ റദ്ദാക്കപ്പെടും. ഇതിനകം തന്നെ വിദേശത്തുള്ള ഒരാളുടെ പാസ്പോർട്ടാണ് റദ്ദാക്കപ്പെടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അമേരിക്കയിലേക്ക് തിരികെ വരാൻ മാത്രമായി ഒരു എമർജൻസി ട്രാവൽ ഡോക്യുമെന്റ് എംബസി വഴി നൽകും. നാട്ടിലെത്തിയാൽ കുടിശ്ശിക തീർക്കാതെ പുതിയ പാസ്പോർട്ടും ലഭിക്കില്ല. നിങ്ങൾക്കും ഇതുപോലുള്ള കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പാസ്പോർട്ട് റദ്ദാക്കുന്നതിന് മുമ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ തപാൽ വഴിയോ നോട്ടീസ് അയക്കും. ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഇതിൽ ഇളവ് ലഭിക്കൂ. ഉദാഹരണത്തിന്, കുടുംബാംഗങ്ങളുടെ മരണം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള കരാറിൽ ഏർപ്പെടേണ്ടി വരും. പാസ്പോർട്ട് തിരികെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അതാത് സംസ്ഥാന ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു പേയ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുകയോ വേണം. ഏജൻസി അനുമതി നൽകിയാൽ മാത്രമേ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് നീക്കം ചെയ്യുകയുള്ളൂ. ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധാരണ 2 മുതൽ 3 ആഴ്ച വരെ സമയമെടുക്കും. ഈ നടപടിക്കെതിരെ ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പാസ്പോർട്ട് റദ്ദാക്കുന്നത് വഴി അവരുടെ വരുമാനം നിലയ്ക്കുമെന്നും അത് കുടിശ്ശിക അടയ്ക്കുന്നത് കൂടുതൽ പ്രയാസകരമാക്കുമെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് വ്യക്തമാണ്. വിദേശയാത്ര എന്നത് ഒരു പൗരന്റെ മൗലിക അവകാശമല്ല, മറിച്ചൊരു പ്രത്യേക ആനുകൂല്യമാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തവർക്ക് ഈ ആനുകൂല്യം നൽകേണ്ടതില്ല എന്നതാണ് സർക്കാർ നയം. അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മോറ നന്ദാർ പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ തികച്ചും യുക്തിസഹമായ ഒരു നയമാണ് നടപ്പിലാക്കുന്നത്. ഇത് കടബാധ്യതകൾ വീട്ടാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കും. കുട്ടികൾക്ക് അർഹമായത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ നീക്കം.
ചുരുക്കത്തിൽ നിയമം കൂടുതൽ കർശനമാവുകയാണ്. വെറും ഒരു സാമ്പത്തിക ക്രമക്കേട് എന്നതിലുപരി കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ആയുധമായി പാസ്പോർട്ട് നിയമങ്ങളെ അമേരിക്ക ഉപയോഗിക്കുകയാണ്. $1,00,000 കുടിശ്ശികയുള്ള 2,700 പേർ എന്നത് ഒരു തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ നിയമം മൂലം വിദേശയാത്രകൾ മുടങ്ങിയേക്കാം. അതുകൊണ്ട് അമേരിക്കയിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ അവിടുത്തെ പാസ്പോർട്ട് കൈവശമുള്ളവരോ ആയ എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ ചൈൽഡ് സപ്പോർട്ട് ബാധ്യതകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. നിയമം അതിന്റെ വഴിക്ക് വരുമ്പോൾ പാസ്പോർട്ടും യാത്രകളും മാത്രമല്ല, നിങ്ങളുടെ സാമൂഹിക പ്രതിച്ഛായ കൂടി നഷ്ടപ്പെട്ടേക്കാം.